യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പുറപ്പാടിന്റെ പുസ്തകം 25-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക. സ്വമനസാ തരുന്നവരെന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കണം. എനിക്കൊരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോടെല്ലാം പറയണം. എന്നിട്ട് സ്വമനസാ തരുന്നവരെന്നെല്ലാം നീ ആ കാണിക്ക സ്വീകരിക്കണം. എൻ്റെ ആദ്യകാലത്തെ ബോധ്യം, ഞാൻ അട്ടപ്പാടിയിൽ കാരറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ വികാരിയായിട്ടാണ് എൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ ചെന്ന് ഞാൻ നോക്കുമ്പോൾ ജനങ്ങളെല്ലാം പാവപ്പെട്ട ജനങ്ങൾ, ധാരാളം കൃഷിക്കാരാണ്, കൃഷിക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ കാര്യമായിട്ടുള്ള മേൽഗതി ആർക്കും ഇല്ല. എല്ലാവരും പറയണം, ഞാൻ എല്ലാവരും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓർമ്മ വെച്ച നാൾ തൊട്ട് തൂമ്പ എടുത്ത് പണിയാൻ തുടങ്ങിയതാണ്. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ മേൽഗതി ഉണ്ടാകണില്ല. അപ്പൊ അവർ പലരും പറഞ്ഞെങ്ങനെയാണ്, സൗകര്യം കിട്ടിയ പെട്ടെന്ന് ഈ സ്ഥലം ഒന്ന് വിറ്റിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം, ഇതൊരു നശിച്ച സ്ഥലമാണ്, ഇതിന്റെ പേരാണ് കഷ്ടപ്പാടി. അങ്ങനെയാണ് അട്ടപ്പാടിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്, കഷ്ടപ്പാടി. ഹല്ലേലൂയ. കാരണം ഇവിടെ എന്ത് പണി ചെയ്താലും മേൽഗതി ഒരു ഗുണമില്ല. ഇവിടെ കിടന്നിട്ടൊന്നും ഒരു ഭാവി ഉണ്ടെന്ന് തോന്നണില്ല. ഭാവി ഉണ്ടെങ്കിൽ വേറെ വല്ല സ്ഥലത്തും പോയി ജീവിക്കണം. അങ്ങനെയാണ് പറഞ്ഞാൽ എന്താ, അവർ ഓർമ്മ വെച്ച നാളെ തൊട്ട് ചത്ത് പണിയെടുത്ത് എല്ല് മുറിയെ പണിയെടുത്ത് പല്ല് മുറിയെ തിന്നാൻ കിട്ടിയില്ല. ഹല്ലേലൂയ. അങ്ങനെ ആ പഴഞ്ചൊല്ല് അട്ടപ്പാടി തെറ്റാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. എല്ല് മുറിയെ പണിയെടുത്തു, പക്ഷേ ഒരുപാട് കടബാധ്യതയും കുറെ രോഗങ്ങളും കുറെ ദുഃഖവും നിരാശയും മാത്രമാണ് അവസാനം ബാക്കി. അപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധി പറഞ്ഞു, കർത്താവേ, ഇതൊക്കെ പാവപ്പെട്ട ആളുകളാണ്, അധ്വാനിച്ച് ക്ഷീണിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവരെ ഒന്ന് ഉയർത്താൻ വല്ല വഴിയുണ്ടോ? ഞാൻ വിചാരിച്ചു, എരുമ ലോൺ കൊടുത്താൽ ഇവരൊക്കെ ഉയർന്നു വരും, പശുവിനെ ലോൺ കൊടുക്കാം, കുറച്ച് റോഡ് വെട്ടാം എന്നൊക്കെ ചിന്തിച്ച് മദ്യഷാപ്പ് അടപ്പിക്കാം. പക്ഷേ കർത്താവ് പറഞ്ഞു, എരുമയെ കൊടുത്തിട്ട് പശുവിനെ കൊടുത്തിട്ടൊന്നും ഒരു ജനം ഉയരാൻ പോണില്ല. എൻ്റെ ജനം നല്ല സമൃദ്ധിയിൽ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ജനം നല്ല സാമ്പത്തിക ഉയർച്ചയിൽ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ജനം നല്ല സ്ഥിതിയിൽ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തന പുസ്തകം 35-ാം അധ്യായം 27-ാം തിരുലിഖിതത്തിലാണ്. തൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവത്തിന്റെ മക്കളെല്ലാം നല്ല ഉയർച്ചയിലും നല്ല സമൃദ്ധിയിലും സമ്പത്തിലും സ്ഥാനമാനങ്ങളും വണ്ടിയും വാഹനവും കെട്ടിടവും സ്ഥലവും കൃഷിയും എസ്റ്റേറ്റും ഇതെല്ലാം ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ്. അതിനുവേണ്ടി ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ജനത്തിന് നല്ല സമ്പത്തുണ്ടാകാൻ, എൻ്റെ ജനത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകാൻ, എൻ്റെ ജനത്തിനിടയിൽ രോഗം വരാതിരിക്കാൻ, എൻ്റെ ജനത്തിനിടയിൽ പകർച്ചവ്യാധി വരാതിരിക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ആ വഴിയാണ് പുറപ്പാട് 25:1 നമ്മൾ വായിച്ചത്. ദൈവം പറയാണ്, ഒരു കാണിക്ക എനിക്ക് സമർപ്പിക്കണമെന്ന് പറയുക. ഞാൻ വേഗം എൻ്റെ കാറിലെ ജനങ്ങളോട് പറഞ്ഞു, കാറിലെ ജനങ്ങളെ, നമ്മുടെ ദാരിദ്ര്യമെല്ലാം വിട്ടുപോകാനൊരു വഴിയുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഞെരുക്കെല്ലാം മാറാൻ വഴിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ള കുറെ പൈസ എൻ്റെ കൊണ്ട് തരിക. ഇപ്പൊ നിങ്ങൾക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ കുറെ കുരുമുളക് പള്ളിയിലേക്ക് കൊണ്ടും തരിക. ഇപ്പൊ നിങ്ങൾക്ക് മഞ്ഞളുണ്ടെങ്കിൽ കുറെ മഞ്ഞൾ കൊണ്ട് തരിക, പണമുള്ളവർ പണം കൊണ്ട് തരിക. നിങ്ങൾക്കുള്ളതിൽ നിന്നൊരു ഭാഗം കാണിക്കയായി പള്ളി കൊണ്ടുവന്ന് കൊടുക്കുക. ഉടനെ എൻ്റെ കാറയിലുള്ള എൻ്റെ വീരന്മാർ പറഞ്ഞെന്താണെന്നറിയോ? വട്ടായിലച്ഛൻ്റെ പുതിയ അടവ്, അച്ഛൻ പുതിയ അടവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ കുറെ ആളുകൾ, ഒരുപാട് ആളുകൾ അത് കേട്ട് വിശ്വസിച്ച്
ഉൽപ്പന്ന പിരിവിന് ഞാൻ ചെന്നപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബത്തിൽ ഉൽപ്പന്ന പിരിവിന് ചെന്നപ്പോ ആ കുടുംബനാഥൻ പറഞ്ഞു, അച്ഛാ ഇതാ കുരുമുളക് ഉണങ്ങി ചാക്കിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്, പള്ളിക്ക് ഇഷ്ടമുള്ളിടത്തോളം അത് ചെരിച്ചെടുത്തോണ്ട് പോകണം പറഞ്ഞു. ബാക്കിയുള്ള വീട്ടിൽ ചെന്നപ്പോ മുറം കൊണ്ട് അളന്ന് ഓരോ നാരായം എഴുതിട്ട് തന്നു. എന്നാൽ ഈ ചേട്ടൻ പറഞ്ഞു, ഇതാ കുരുമുളക് ഉണങ്ങി ചാക്കിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്, അച്ഛൻ ഇഷ്ടമുള്ളിടത്തോളം ചാക്ക് ചെരിച്ചെടുത്തോണ്ട് പോകണം പറഞ്ഞു. അളക്കേണ്ട ആവശ്യമില്ല. കൈക്കാരന്മാർ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയ ബറ്റാലിയനാണ് പിരിവിന് പോയിരിക്കുന്നത്. പള്ളിക്ക് കാണിക്ക കൊടുത്തതാണ്, ചാക്ക് ചെരിച്ചങ്ങോട്ട് കൊണ്ടുപോകണം പറഞ്ഞു. എനിക്ക് അത്ഭുതമായി. ഞാൻ പറഞ്ഞു, അല്ല ചേട്ടൻ അതൊന്ന് അളന്ന് തന്നാൽ മതി. അപ്പോൾ പറഞ്ഞു, ദൈവത്തിന് അളന്ന് കൊടുക്കില്ല, ദൈവം എനിക്ക് എങ്ങനെ ഇങ്ങോട്ട് തന്നോ അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് അളന്ന് കൊടുക്കില്ല, ഇഷ്ടമുള്ളിടത്തോളം അത് അങ്ങോട്ട് ചാക്ക് ചെരിക്കുമ്പോൾ എത്ര വരണം അത്രയും കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. നിറഞ്ഞിരിക്കുന്ന കുരുമുളക് ചാക്കാണ്, ചെരിച്ചാക്ക് ഇങ്ങോട്ട് പോരും. പിന്നെ കൈക്കാരന്മാർ നല്ല കഴിവുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ചെരിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, എന്തായാലും ശരി, ഞാൻ ആ കാണിക്ക സ്വീകരിച്ചുകൊണ്ട് പോന്നു. പിന്നെ ഞാൻ ഈ കുടുംബത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ കുടുംബത്തിന് വരുന്ന വ്യത്യാസങ്ങളെ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ കണ്ട കാര്യമുണ്ട്, ആ പ്രദേശത്ത് ഒരുപാട് പേര് പലതരത്തിലുള്ള ജീർണത പിടിച്ച്, പാപം പിടിച്ച്, പിശാച് പിടിച്ച് അങ്ങനെ നശിച്ചുകൊണ്ടിരുന്നപ്പോ ഈ കുടുംബത്തിൽ അവർ എന്തു തൊട്ടാലും ഉയർച്ച. ആ പരിസര പ്രദേശത്തുള്ള പലരുടെയും പറമ്പ് ഇവർക്ക് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ്. അത് എടുത്തു കഴിയുമ്പോൾ 100 രൂപ വിലയുള്ള കുരുമുളക് 200 രൂപ വിലയാകും. അപ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ പറമ്പിന്റെ മൊത്തം വില കുരുമുളകിൽ തന്നെ കിട്ടും. അതുപോലെ അവരുടെ കുടുംബത്തെ ദൈവം അഭിവൃദ്ധി കൊണ്ടങ്ങനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ.